വെൽക്കം ടു സിമ്പിൾ ടോക്സ് ബൈ നന്ദ. പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ അനലിറ്റിക്സ് പ്രോസസ് മോഡലിനെ കുറിച്ച് പഠിച്ചു. ഇനിയൊരു അനലിറ്റിക്സ് പ്രൊജക്റ്റ് സക്സസ്ഫുൾ ആകാൻ ഒരു അനലിറ്റിക്കൽ മോഡലിന് എന്തൊക്കെ റിക്വയർമെൻറ്റ്സ് വേണമെന്നാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് അനലിറ്റിക്കൽ മോഡൽ റിക്വയർമെൻറ്റ്സ്. ആദ്യം അനലിറ്റിക്കൽ മോഡൽ എന്താണെന്ന് നോക്കാം. സിമ്പിളായിട്ട് പറയാനാണെങ്കിൽ റിയൽ ലൈഫിലുള്ള പ്രോബ്ലം അനലൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സിംപ്ലിഫൈഡ് മോഡലാണ് അനലിറ്റിക്കൽ മോഡൽ. ഈ മോഡൽ ഡേറ്റ ഇൻപുട്ടായി എടുക്കുകയും അത് അനലൈസ് ചെയ്ത് യൂസ്ഫുൾ ഇൻസൈറ്റ്സ്, പ്രെഡിക്ഷൻസ് അല്ലെങ്കിൽ ഡിസിഷൻസ് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നു. ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഒരു സ്റ്റുഡൻറ്റിൻ്റെ പ്രീവിയസ് മാർക്ക് അനലൈസ് ചെയ്തിട്ട് എക്സാം പാസ്സാകുമോ ഇല്ലയോ എന്ന് പ്രെഡിക്റ്റ് ചെയ്യുന്നത് ഒരു അനലിറ്റിക്കൽ മോഡലിൻ്റെ എക്സാമ്പിളാണ്. അതുകൊണ്ട് അനലിറ്റിക്കൽ മോഡൽ എന്നത് ഡേറ്റേനെ മീനിങ് ഇൻഫർമേഷൻ ആക്കി മാറ്റുന്ന ഒരു മോഡലാണ്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് വൈ ഡു വി നീഡ് ആൻ അനലിറ്റിക്കൽ മോഡൽ. ഇത് ഞാൻ ഈസി ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇന്ന് കമ്പനീസ് ഡെയിലി വലിയ എമൗണ്ട് ഓഫ് ഡേറ്റ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഡേറ്റ മുഴുവൻ ഒരാളിരുന്ന് അനലൈസ് ചെയ്യുക എന്നത് പ്രാക്ടിക്കൽ അല്ല. അതുകൊണ്ടാണ് അനലിറ്റിക്കൽ മോഡൽസ് യൂസ് ചെയ്യുന്നത്. ഇത് ഡേറ്റ വേഗത്തിൽ അനലൈസ് ചെയ്ത് അതിൽ നിന്ന് പാറ്റേൺസ് കണ്ടെത്തുകയും ഫ്യൂച്ചർ പ്രഡിക്ഷൻസ് ചെയ്യുകയും അറ്റ് ലാസ്റ്റ് കറക്റ്റ് ഡിസിഷൻസ് എടുക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഡേറ്റ അനലിറ്റിക്സിൽ അനലിറ്റിക്കൽ മോഡൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയൊരു ഗുഡ് അനലിറ്റിക്കൽ മോഡലിന് വേണ്ട റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു മോഡൽ നല്ല റിസൾട്ട് തരണമെങ്കിൽ അതിന് കുറച്ച് ഇമ്പോർട്ടൻറ്റ് റിക്വയർമെൻറ്റ്സ് ഉണ്ടായിരിക്കണം. അതൊക്കെയാണ് ഈ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഹൈ ക്വാളിറ്റി ഡേറ്റ ഉണ്ടാവണം, ക്ലിയർ ഒബ്ജക്റ്റീവ് ആയിരിക്കണം, അപ്രോപ്രിയേറ്റ് അൽഗോരിതം, ആക്യുറസി ഉണ്ടായിരിക്കണം, റിലയബിലിറ്റി, സ്കേലബിലിറ്റി, ഈസി ഇൻ്റർപ്രിറ്റേഷൻ. ഈ റിക്വയർമെൻറ്റ്സ് ഓരോന്നിനും അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇതെല്ലാം സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ഒരു അനലിറ്റിക്കൽ മോഡൽ ആക്യുറേറ്റും റിലയബിളുമായ റിസൾട്ട്സ് പ്രൊവൈഡ് ചെയ്യത്തുള്ളൂ. ഇനി നമുക്ക് ഓരോ റിക്വയർമെൻറ്റും ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് റിക്വയർമെൻ്റ് ആണ് ഹൈ ക്വാളിറ്റി ഡേറ്റ. ഒരു അനലിറ്റിക്കൽ മോഡലിൻ്റെ റിസൾട്ട് അതിന് കൊടുക്കുന്ന ഡേറ്റയുടെ ക്വാളിറ്റീനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഡേറ്റ ആക്യുറേറ്റ് ആയിരിക്കണം, കംപ്ലീറ്റ് ആയിരിക്കണം, കൺസിസ്റ്റൻസി ഉണ്ടായിരിക്കണം. ഡേറ്റയിൽ എറേഴ്സ്, മിസ്സിംഗ് വാല്യൂസ് അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡ്സ് ഉണ്ടെങ്കിൽ മോഡൽ കറക്റ്റ് റിസൾട്ട് തരില്ല. അതുകൊണ്ട് ഡേറ്റ അനലിറ്റിക്സിൽ ഒരു ഫേമസ് സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, ഗാർബേജ് ഇൻ ഗാർബേജ് ഔട്ട്. അതായത് റോങ് ഡേറ്റ കൊടുത്താൽ റോങ് ആൻസർ തന്നെ കിട്ടും. അതുകൊണ്ട് ഹൈ ക്വാളിറ്റി ഡേറ്റ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത് വരുന്ന രണ്ട് റിക്വയർമെൻറ്റ്സ് ആണ് ക്ലിയർ ഒബ്ജക്റ്റീവും അപ്രോപ്രിയേറ്റ് അൽഗോരിതവും. ആദ്യം പ്രോബ്ലം അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ക്ലിയർ ആയിരിക്കണം. എന്ത് പ്രോബ്ലം സോൾവ് ചെയ്യണമെന്നത് ക്ലിയർ അല്ലെങ്കിൽ മോഡൽ കറക്റ്റ് ഡയറക്ഷനിൽ വർക്ക് ചെയ്യില്ല. അതിനുശേഷം ആ പ്രോബ്ലത്തിന് അനുസരിച്ച് കറക്റ്റ് അൽഗോരിതം ചൂസ് ചെയ്യണം. എല്ലാ പ്രോബ്ലംസിനും ഒരേ അൽഗോരിതം യൂസ് ചെയ്യാൻ പറ്റില്ല. ഉദാഹരണത്തിന് പ്രഡിക്ഷൻ ചെയ്യാൻ ഒരു അൽഗോരിതം ആണെങ്കിൽ ക്ലാസിഫിക്കേഷൻ ചെയ്യാൻ വേറെ അൽഗോരിതം ആയിരിക്കും. അതുകൊണ്ട് ക്ലിയർ ഒബ്ജക്റ്റീവും കറക്റ്റ് അൽഗോരിതം സെലക്ഷനും ഒരു ഗുഡ് അനലിറ്റിക്കൽ മോഡലിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് റിക്വയർമെൻറ്റ്സ് ആണ്. അടുത്ത മൂന്ന് റിക്വയർമെൻറ്റ്സ് ആണ് ആക്യുറസി, റിലയബിലിറ്റി, സ്കേലബിലിറ്റി. ആക്യുറസി എന്നാൽ മോഡൽ കഴിയുന്നത്ര കറക്റ്റ് റിസൾട്ട്സ് പ്രൊവൈഡ് ചെയ്യണം എന്നതാണ്. റിലയബിലിറ്റി എന്നാൽ ഒരേ സിറ്റുവേഷനിൽ മോഡൽ വീണ്ടും യൂസ് ചെയ്താലും കൺസിസ്റ്റൻറ്റ് റിസൾട്ട് തന്നെ കിട്ടണം. സ്കേലബിലിറ്റി എന്നാലോ ഡേറ്റ കുറവായാലും കൂടുതലായാലും മോഡൽ നന്നായി വർക്ക് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ഒരു കമ്പനിയിൽ ഗ്രോത്ത് ഉണ്ടാകുമ്പോൾ കസ്റ്റമേഴ്സും ഡേറ്റയും ഇൻക്രീസ് ചെയ്യും. അപ്പോഴും മോഡൽ സ്ലോ ആകാതെ എഫിഷ്യൻ്റായി വർക്ക് ചെയ്യണം. അതുകൊണ്ട് ഒരു ഗുഡ് അനലിറ്റിക്കൽ മോഡൽ ആക്യുറേറ്റും റിലയബിളും സ്കേലബിളും ആയിരിക്കണം. ലാസ്റ്റ് റിക്വയർമെൻ്റ് ആണ് ഈസി ഇൻ്റർപ്രിറ്റേഷൻ. ഒരു അനലിറ്റിക്കൽ മോഡൽ റിസൾട്ട് ജനറേറ്റ് ചെയ്താൽ മാത്രം പോരാ, ആ റിസൾട്ട് എല്ലാവർക്കും ഈസിയായി മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കണം. അതുകൊണ്ട് ഗ്രാഫുകൾ, ചാർട്ടുകൾ, ഡാഷ്ബോർഡ്സ് അല്ലെങ്കിൽ സിമ്പിൾ റിപ്പോർട്ട് യൂസ് ചെയ്താണ് റിസൾട്ട്സ് പ്രസൻറ്റ് ചെയ്യുന്നത്. റിസൾട്ട് എഞ്ചിനീയറിനോ ഡേറ്റ അനലിസ്റ്റിനോ മാത്രം മനസ്സിലാക്കുന്ന രീതിയിലല്ല, മാനേജറിനും കസ്റ്റമറിനും ഈസിയായി മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. അപ്പോൾ അവർക്ക് വേഗത്തിലും കറക്റ്റായും ഡിസിഷൻസ് എടുക്കാൻ കഴിയും. അതാണ് ഈസി ഇൻ്റർപ്രിറ്റേഷൻ്റെ ഇമ്പോർട്ടൻസ്. നമുക്കൊരു റിയൽ ലൈഫ് എക്സാമ്പിൾ നോക്കാം. നിങ്ങളൊരു ഓൺലൈൻ ഷോപ്പിംഗ് വെബ്സൈറ്റിൽ, അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആമസോൺ നോക്കാം. നമുക്ക് ആമസോണിൽ ഒരു മൊബൈൽ സെർച്ച് ചെയ്യുന്നു എന്ന് കരുതുക.
അതിനുശേഷം ഹോം പേജിൽ സിമിലർ മൊബൈൽസ് അല്ലെങ്കിൽ ഫോൺ കേസസ്, ചാർജസ് അല്ലെങ്കിൽ റിലേറ്റഡ് പ്രൊഡക്ട്സ് റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് റാൻഡം ആയിട്ടല്ല വരുന്നത്. നിങ്ങളുടെ സെർച്ച് ഹിസ്റ്ററി, ക്ലിക്സ്, പർച്ചേസ് ഹിസ്റ്ററി എന്നിവയെല്ലാം അനലൈസ് ചെയ്തിട്ടാണ് ഈ റെക്കമെൻഡേഷൻസ് തരുന്നത്. ഇതിൻ്റെ പിന്നിൽ വർക്ക് ചെയ്യുന്നത് ഒരു അനലിറ്റിക്കൽ മോഡലാണ്. ഇങ്ങനെ പേഴ്സണലൈസ്ഡ് റെക്കമെൻഡേഷൻ കൊടുക്കുന്നത് വഴി കസ്റ്റമർ എക്സ്പീരിയൻസ് ഇംപ്രൂവ് ചെയ്യാനും സെയിൽസ് ഇൻക്രീസ് ചെയ്യാനും ഓൺലൈൻ ഷോപ്പിംഗ് വെബ്സൈറ്റുകൾക്ക് കഴിയുന്നു. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതേപോലെ ഞാൻ എടുക്കുന്ന ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും സജഷൻസ് നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ആയിട്ട് ഇടുക. താങ്ക് യു ഓൾ.